ഒരു കഥ അതിങ്ങനെയാണ്. ഒരാശുപത്രിയുടെ പേവാർഡിൽ ഒരു രോഗി ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ വളരെ അവശനായി കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ബെഡിനരികിലായി മറ്റൊരു ബെഡും അതിനോട് ചേർന്ന് തന്നെ ഒരു ജനാലയും ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അയാൾ ആ ജനാലയ്ക്ക് അരികിലേക്ക് വരാനോ പുറത്തെ കാഴ്ചകൾ ആസ്വദിക്കാനോ ശ്രമിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു നാൾ ജനാലയ്ക്കരികിലെ ബെഡിലേക്ക് മറ്റൊരു രോഗി ചികിത്സയ്ക്കായി കടന്നു വന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ ഇരുവരും പതുക്കെ പതുക്കെ സംസാരിച്ചു തുടങ്ങി. പതിയെ സംസാരം കഥകൾക്ക് വഴിമാറി. തന്റെ അടുത്തുള്ള ജനാലയിൽ കൂടി കാണുന്ന കാഴ്ചകൾ പുതിയ രോഗി അയാളോട് ഒരു കഥാരൂപത്തിൽ വർണ്ണിച്ച് പകർന്നുകൊണ്ടേയിരുന്നു. കൂടണയാനായി വരുന്ന പക്ഷികളും പുൽമേടുകളും പുഷ്പവിധാനങ്ങളും ആകാശ നീലിമയും കാറ്റിലുടയുന്ന മരങ്ങളും എന്തിനു പറയുന്നു എന്തിനൊക്കെയോ വേണ്ടി തത്രപ്പെട്ടോടുന്ന മനുഷ്യരുമെല്ലാം അവരുടെ സംസാരത്തിലെ കഥാപാത്രങ്ങളായി. ഈ കഥകളെല്ലാം കേട്ട് കേട്ട് ജീവിതത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതിരുന്ന അയാളുടെ മനസ്സിലേക്ക് പ്രതീക്ഷയുടെ സന്തോഷത്തിന്റെ പുൽനാമ്പുകൾ മുളച്ചു തുടങ്ങി. അയാൾ പതിവിലുമധികം സന്തോഷവാനായി കാണപ്പെട്ടു തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പുതുതായി വന്ന രോഗിക്ക് അസുഖം കൂടുതലായി അയാളെ ആ മുറിയിൽ നിന്ന് വേറൊരു വാർഡിലേക്ക് മാറ്റി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തന്റെ പുതിയ കൂട്ടുകാരനെ തിരികെ കാണാതായപ്പോൾ അവിടെ വന്ന ഒരു നഴ്സിനോട് ഇയാൾ അദ്ദേഹത്തെ പറ്റി അന്വേഷിച്ചു. അല്പം വിഷമത്തോടെ ആ നഴ്സ് ഇങ്ങനെ മറുപടി പറഞ്ഞു, ആ ബെഡിൽ കിടന്നിരുന്ന കണ്ണു കാണാത്ത ആ രോഗിയല്ലേ? കഴിഞ്ഞ ദിവസം അസുഖം അധികമായി അയാൾ മരണപ്പെട്ടു. ഇത്രയും കാലം താൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ കാണാൻ ശ്രമിക്കാത്ത കാര്യങ്ങൾ ഒരു കഥാരൂപത്തിൽ തനിക്ക് വിവരിച്ചു തന്ന തന്റെ പുതിയ കൂട്ടുകാരൻ ഒരു അന്ധനായിരുന്നു എന്നറിഞ്ഞപ്പോൾ അല്പം ആശ്ചര്യത്തോടെയും അതിലധികം സങ്കടത്തോടെയും അയാളിൽ നിന്ന് തനിക്ക് കിട്ടിയ പുത്തൻ ഉണർവിനെ അയാൾ സ്മരിച്ചുപോയി. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരാൾക്ക് പ്രതീക്ഷ കൊടുക്കാൻ കഴിയുമെങ്കിൽ, സന്തോഷം പകർന്നു കൊടുക്കാൻ കഴിയുമെങ്കിൽ, നമ്മുടെ നാക്കിൽ നിന്ന് വരുന്ന വാക്കിനും പരിശുദ്ധിയുടെ പരിവേഷം കൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, എനിക്ക് തോന്നുന്നു അതായിരിക്കും മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ. ഒരാളുടെ വാക്ക് അതിനെ മറ്റൊരാളെ വളർത്താനും തളർത്താനും കഴിയുമെന്നോർക്കുക. Yes, be careful with your words. Once they are said, they can be forgiven, not forgotten. Just remember that. അപ്പൊ അത്രയ്ക്കുള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ചുമ്മാ തന്നെ ചിരിച്ചേക്കണം. ജീവിതം പൊളിയാണ്. Stay tuned for next video.